Good morning. Good morning to you all. Today, ഇന്ന് നമുക്ക് യോഗ പ്രാണവിദ്യ ലെവൽ 1 കുറിച്ച് ഒന്ന് സംസാരിക്കാം. യോഗ പ്രാണവിദ്യ ലെവൽ 1 കോഴ്സിനെ കുറിച്ച് ഇവിടെ മഹാത്മാ ചോവാകോക്സുയി രൂപപ്പെടുത്തിയതും അതുപോലെ തന്നെ മാ ഷാർലറ്റ് അതിനെ എക്സ്പാൻഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ലോകം മുഴുവനും ഇത് പ്രചരിപ്പിക്കാനുള്ള സന്ദർഭവുമുണ്ടായ ഒരു 45 വർഷം മുമ്പ് 45 വർഷം മുമ്പ് ഉണ്ടായ ഒരു നൂതന കാലഘട്ടത്തിലെ ഈ പുതിയ ഇറയിലെ 20-21 നൂറ്റാണ്ടിലെ കാലഘട്ടങ്ങളിൽ ഗുരുവായിരുന്ന സയൻറ്റിസ്റ്റുമായിരുന്ന മഹാത്മാ ചോവാകോക്സുയി പല രാജ്യങ്ങളിലും സന്ദർശിച്ച് അവിടെയുള്ള എല്ലാ സ്പിരിച്വൽ ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള മൂല്യമായ ശക്തിവിശേഷത്തെ സ്വീകരിച്ച് എങ്ങനെ ഈ മരുന്നുകളില്ലാത്തൊരു ലോകം, അതായത് പ്രാണൻ, എനർജി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി പഠിക്കുകയും അത് നമ്മൾ സാധാരണ നമ്മുടെ ശരീരം അത് ആ പ്രാണനെ സ്വീകരിക്കുകയും പ്രാണനെ പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട്. ആ പ്രക്രിയ എന്തുകൊണ്ട് പഴയ യോഗിമാർ, അവതാര പുരുഷന്മാരൊക്കെ ആളുകളെ സുഖപ്പെടുത്താനൊക്കെ ഉപയോഗിച്ചിരുന്ന തത്വങ്ങൾ എങ്ങനെ ഈശ്വരീയ അംശമുള്ള നമുക്കും എന്തുകൊണ്ട് അതുപോലെയൊക്കെ ലോകത്തിന് വേണ്ടിയിട്ട്, ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ശാസ്ത്രമെന്ന്, അതിൻ്റെ പിന്നിലെ രഹസ്യമെന്ന് കണ്ടെത്താമെന്ന് കരുതി അദ്ദേഹം അതിനും വേണ്ട സമയം കണ്ടെത്തി പല രാജ്യങ്ങളിലും സന്ദർശിച്ച് അവിടുത്തെ ഗുരു പരമ്പരകളെ, ഈ പ്രാണനുമായിട്ടുള്ള ശക്തികളെക്കുറിച്ച് അറിയുന്ന ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ പോവുകയും വിവിധ രാജ്യങ്ങളിൽ അതുപോലെ തന്നെ ഇന്ത്യയിൽ അദ്ദേഹം വന്നു. ഇന്ത്യയിലുള്ള ഋഷിഗുരുന്മാരൊക്കെ അദ്ദേഹം ഹിമാലയ സാനുക്കളിലൊക്കെ പോയി വിസിറ്റ് ചെയ്ത് അവരുടെ കൂടെ താമസിച്ച് കബല്ല ഇസ്രായേലിലെ പുരോഹിതന്മാരുടെ അടുത്തൊക്കെ പോയി അദ്ദേഹം സംസാരിച്ച് വേണ്ട അറിവുകളൊക്കെ നേടിയതിന് ശേഷം അദ്ദേഹം ആ രീതി സാധാരണക്കാരിലേക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള ചിന്തയിൽ, അതുപോലെ തന്നെ വലിയ വലിയ അസുഖങ്ങളെ പോലും എങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കാം എന്നും അദ്ദേഹം ചിന്തിക്കേണ്ടതിൻ്റെ ഫലമായിട്ടാണ് ഇതിൻ്റെ കോഴ്സുകളൊക്കെ ഉണ്ടായത്. ഇതിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ രഞ്ജിത്ത്. ഞാൻ യോഗ പ്രാണവിദ്യയുടെ ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റ് കൊൽക്കത്തയിലാണ്, ഇന്ത്യയിൽ ഞങ്ങളുടെ ലൈസൻസ് ഉള്ളത്. പിന്നെ ഇൻ്റർനാഷണലി എല്ലാ രാജ്യങ്ങളിലും ഇതിൻ്റെ ശാഖകൾ, വിദേശത്തൊക്കെ വേറെ വേറെ ഫൗണ്ടേഷൻസാണ് എന്ന് മാത്രം. ഇന്ത്യയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്നർ സയൻസസ് ആണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ. അപ്പോൾ ഇതിൽ എന്താണ് ഒരു യോഗ പ്രാണവിദ്യ ലെവൽ 1 പഠിക്കുക എന്നുള്ളത് ഞാൻ മുന്നുള്ള വീഡിയോകളിലൊക്കെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും കൂടെ അതിനെക്കുറിച്ച് പറയാമെന്ന് കരുതിയതുകൊണ്ടാണ്. അപ്പോൾ ലെവൽ 1 എന്ന് പറയുന്നത് ബേസിക് ഹീലിംഗ് അനാട്ടമിയാണ്. അതായത് നമ്മുടെ ശരീരത്തിന്, ഫിസിക്കൽ ബോഡി, സ്ഥൂല ശരീരം, കണ്ണുകൊണ്ട് കാണാനും കൈകൊണ്ട് തൊടാനൊക്കെ സാധിക്കുന്ന ശരീരത്തിന് അതിൻ്റെ ചുറ്റുമായി അതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് തള്ളി വരുന്ന ഒരു പ്രകാശ വലയമുണ്ട്. അതിനെ ഇന്ന് പലർക്കും അതിനെക്കുറിച്ച് അറിയാം. ഓറ എന്ന് തന്നെ പറയുക, എനർജി ബോഡി അല്ലെങ്കിൽ എനർജി ഇൻഫർമേഷൻ ഫീൽഡ് എന്നൊക്കെ പറയാം അതിനെ. ഈ ഓറയിലേക്കാണ് ആദ്യം ചീത്ത ഊർജ്ജങ്ങൾ, രോഗാതുരമായ ഊർജ്ജങ്ങളൊക്കെ കടന്നു വരിക. അത് പെട്ടെന്ന് ഉള്ളിലേക്ക് കടന്നു പോകാനായിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഒരു ഇമ്മ്യൂണിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും പ്രകാശിച്ചു നിൽക്കുന്ന ഈ ഓറയുടെ ശക്തി കൊണ്ട് ഉള്ളിലേക്ക് ഒന്നിനും കടക്കാനായിട്ട് അത്ര ഈസി ആയിട്ട് പറ്റില്ല. പിന്നെ ഓറയെ ഭേദിച്ച് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സെൻട്രൽ മെറിഡിയനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ശക്തമായ ചില എനർജി സെൻറ്റേഴ്സ് ഉണ്ട്. അത് നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ ഓറ, ഉള്ളിൽ നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ തനതു ഊർജാവസ്ഥ പുറത്തേക്ക് തള്ളി കുറേ കൂടി സ്ട്രെങ്തായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് പോയിട്ട് വേണം ഈ രോഗത്തിന് നമ്മുടെ ഉള്ളിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് ചുറ്റും ഈ എനർജി നോക്കുമ്പോൾ അവിടെയൊക്കെ 11 പ്രധാനപ്പെട്ട എൻട്രി പോയിന്റുകൾ
ഗേറ്റ് വേസ് കാണാനായിട്ട് സാധിക്കും. അവിടെ ഈ എനർജി സെൻറ്റേഴ്സ് എന്ന് പറയും, പവർ പ്ലാന്റുകൾ, പ്രപഞ്ചത്തിൽ നിന്ന് കോസ്മിക് എനർജിയെ അത് ആഗിരണം ചെയ്ത് അത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ ശ്വാസം എടുത്ത് വിടുന്നത് പോലെ തന്നെ അത് ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ ഊർജ്ജത്തെ സ്വീകരിക്കുകയും കൗണ്ടർ ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ അത് ഉപയോഗശൂന്യമായി ഇതിനെ പുറന്തള്ളുകയും ചെയ്തു. അതായത് ഓക്സിജൻ എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വിടുന്നത് പോലെ തന്നെ അത് നമുക്ക് ഇൻവിസിബിളായിട്ട് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സെൻട്രൽ മെറിഡിയനുമായിട്ട് ബന്ധപ്പെട്ട അവിടെ നിന്ന് കടന്നു വരുന്ന തള്ളി നിൽക്കുന്ന ഒരു വോർട്ടെക്സ് എന്ന് പറയാം, ഒരു ഓളാമി പോലെ, ഒരു പുഷ്പം പോലെ അതിങ്ങനെ നിന്ന് ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ ഊർജ്ജത്തെ സ്വീകരിക്കുന്നു, കൗണ്ടർ ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ അതിനെ റിജക്റ്റ് ചെയ്യുന്നു. ഈ രീതികളെ ഈ ഊർജ്ജ ശരീരത്തെയും ഈ വൈറ്റൽ എനർജി പോയിന്റുകൾ എന്ന് പറയപ്പെടുന്ന യോഗിക് പരമ്പരകളിൽ പറയപ്പെടുന്ന ചക്രകളെയും നമുക്ക് സ്കാനിങ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫീലിംഗ് ദ എനർജിയെ നമുക്ക് കൈകളെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യേക പരിശീലനങ്ങൾ കൊണ്ട് തന്നെ ഒരാളുടെ ഊർജ്ജമണ്ഡലത്തെ ഫിസിക്കൽ ബോഡി അല്ല അതിന് ചുറ്റും നിൽക്കുന്ന പ്രകാശവലയത്തെ നമുക്ക് കൈകൊണ്ട് തൊടാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ കൺജഷനാണോ, അതായത് എനർജിയുടെ കൂട്ടം അക്യൂമുലേറ്റഡ് ഏരിയ എവിടെയാണ്, എന്താണ് രോഗമുള്ളത്, എവിടെയാണ് രോഗം ബാധിച്ചുള്ളത്, ഏത് എനർജി സെൻറ്റേഴ്സിലാണ് അതിൻ്റെ പ്രകടമായ മാറ്റങ്ങൾ കാണുന്നത് എന്നുള്ളത് ഒരു ഹീലർക്ക് മനസ്സിലാക്കാനായിട്ട് ഒന്നാമത്തെ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിക്കും. ഒരു ബേസിക് ഗ്രാജുവേഷനാണ് അത്. ആക്ച്വലി നമുക്ക് എല്ലാ രോഗങ്ങളെയും ചികിത്സിക്കാൻ പറ്റുന്ന, ചെറിയ ചെറിയ രോഗങ്ങളെ ചികിത്സിക്കാൻ പറ്റുന്ന പാഠ്യപദ്ധതിയാണ് ലെവൽ 1 ഉപയോഗിച്ചിട്ടുള്ളത്. മഹാത്മാ ചുവക്കോക്സി അത് വളരെ ലളിതമായി ഏത് സാധാരണക്കാർക്കും പഠിക്കാവുന്ന രീതിയിലാണ് അതിനെ തയ്യാറാക്കിയിട്ടുള്ളത്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസമൊന്നുമില്ല. 16 വയസ്സ് തികഞ്ഞിരിക്കണമെന്നും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കണമെന്നും പിന്നെ പരിശീലനം ചെയ്യുക എന്നുള്ളതാണ്. 10-20 വർഷം കൊണ്ട് പഠിക്കേണ്ട സബ്ജക്റ്റ് അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് കൊണ്ട് തന്നെ വളരെ പ്രിസൈസ്ലി അതിനെ വളരെ മനോഹരമായി 16 മണിക്കൂർ കൊണ്ട് ചിട്ടപ്പെടുത്തി തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള എനർജി ബോഡികൾ, വ്യത്യസ്തമായ എനർജി ബോഡികളുണ്ട് നമുക്ക് നമ്മുടെ ഊർജ്ജ ശരീരത്തിന്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 11 പ്രധാനപ്പെട്ട മർമ്മക്ഷേത്രങ്ങളുണ്ട്, വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് ഉണ്ട്. അതിനെ ചക്രകൾ എന്നാണ് വിളിക്കുക. 11 മേജറുണ്ട്, പിന്നെ മൈനർ ആൻഡ് മിനി ചക്രാസുകൾ ഒട്ടനവധി ഉണ്ട്. പണ്ട് ഇത് 7 ചക്രകളായിരുന്നു യോഗിക് പാരമ്പര്യങ്ങളിലൊക്കെ പരിശീലിച്ചുകൊണ്ടിരുന്നത്. മറ്റു പല പാരമ്പര്യങ്ങളും 7 ചക്ര, ആയുർവേദത്തിൽ ഷഡ്ചക്രങ്ങൾ എന്നാണ് പറയുക. അപ്പോൾ 7 ചക്രങ്ങൾ ഇപ്പോൾ ഇന്ന് യോഗയൊക്കെ പഠിക്കാൻ പോകുന്ന ആൾക്കറിയാം അവിടെ 7 ചക്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും അവർ കടക്കാറില്ല. ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചക്രകളുടെ ഫങ്ഷൻസ് പഠിക്കുകയാണ്. ഇവിടെ 7 എന്നുള്ളതിന് 11ആണ്. ഈ 7 എന്നുള്ള എണ്ണം വരാൻ കാരണം പണ്ടത്തെ കണ്ടുപിടുത്തങ്ങളിൽ സയൻസ്, എസ്ട്രോണമിക്കൽ സയൻസിൽ 7 ഗ്രഹങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ 7 ഈ പ്രകൃതിയും നമ്മളായിട്ട് മെർജ് ചെയ്ത് നിൽക്കുകയാണല്ലോ. അപ്പോൾ 7 ഗ്രഹങ്ങളും നാമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആസ്ട്രോളജിയൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആക്ച്വലി ഇത് 11 പിന്നീട് ഈ നാം കാണുന്ന ഈ സൂര്യൻ, പ്രത്യേകം ഓർക്കണം, നാം കാണുന്ന ഈ സൂര്യൻ, അതിന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഭൂമിയും അതിനോട് ബന്ധപ്പെട്ടുള്ള മറ്റ് ഗ്രഹങ്ങളൊക്കെയാണ്. അതുമായിട്ടാണ് ഇന്ന് ആസ്ട്രോളജി ആൻഡ് എവരിതിങ് ഈസ് ബീങ് കാൽക്കുലേറ്റഡ്. ദെൻ യുനോ ഈ നമ്മുടെ ശരീരത്തിൽ ഒട്ടനവധി വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് ഉണ്ട്. ഒരു പ്രപഞ്ചം തന്നെയാണ് നമ്മുടെ ശരീരം. ഇനി ഒരു കോശം എടുത്ത് നോക്കുകയാണെങ്കിൽ അതും ഒരു പ്രപഞ്ചമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് അത്രമാത്രം എക്സ്പാൻസ് ചെയ്ത് ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് ഈ ലെവൽ 1 പഠിക്കുമ്പോൾ അത്രയും കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് കൺഫ്യൂഷനിലേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് ഹയർ കോഴ്സുകളിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് പറയാം. ഇവിടെ നമ്മുടെ നാഡികളുണ്ട്, ഊർജ്ജങ്ങൾ വിതരണം, ബ്ലഡ് വെസൽസ് പോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഈ എനർജിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നാഡികളുണ്ട്. ഈ നാഡികളിൽ കൂടെയാണ് എനർജി, ഈ ചക്രകൾ എടുക്കുന്ന ഊർജ്ജത്തെ എല്ലാ ഭാഗങ്ങളിലേക്കും വിതരണം ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് തന്നെ ലെവൽ 1 16 മണിക്കൂർ കൊണ്ട് പഠിക്കുന്ന സബ്ജക്റ്റിൽ
നമുക്ക് ഈ ചക്രകളുടെ ഫങ്ഷൻസ് ഫിസിക്കൽ ബോഡിയായിട്ട് നമ്മുടെ അവയവങ്ങളായിട്ട് ഏതൊക്കെ ചക്രകളാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ തറവായിട്ട് പഠിക്കും. മാത്രമല്ല ഓരോന്നിൻ്റെയും ഡിഫറെൻറ്റ് ഫങ്ഷൻസ് പഠിക്കും. പിന്നീട് നമുക്ക് ഈ ഓറ, ഒരു ഹെൽത്ത് റേസ്, ജനറലി നമ്മളിലേക്ക് ഊർജ്ജം വലിച്ചെടുക്കുന്ന ഒരു ഹെൽത്ത് റേസ് ഉണ്ട്. അതിൻ്റെ ചുറ്റുമായിട്ടൊരു ഡിവൈൻ ബോഡി ഉണ്ട്. അതിനാണ് ഔട്ടർ എനർജി ഇൻഫർമേഷൻ ഫീൽഡ് എന്നാണ് പറയുക. ഓറ, ഔട്ടർ ഓറ എന്ന് പറയും യോഗിക് പാരമ്പര്യങ്ങളിൽ. അപ്പോൾ ഈ ചക്രകളും ഓറയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ശരീരവുമായിട്ട് എങ്ങനെ കോർത്തിണക്കി നിൽക്കുന്നു എന്നും അതിനെ എങ്ങനെ നമുക്ക് കണ്ടെത്തി ഓരോന്നിലും അസുഖബാധിതമായിട്ടുള്ള സ്ഥലങ്ങൾ, അതിനോട് ബന്ധപ്പെട്ട ചക്രകൾ എങ്ങനെയാണ് കൺജസ്റ്റഡ് ആയിട്ട് അവിടെ ചീത്ത ഊർജ്ജങ്ങളുടെ അക്യുമുലേഷൻ ഉണ്ടോ, അതോ ഈ ഊർജ്ജം ആ ചക്രകൾക്ക് വൈറ്റൽ എനർജി സെൻറ്റേഴ്സിന് സഫീഷ്യൻ്റായിട്ട് എനർജി സ്വീകരിക്കാൻ പറ്റാത്തതുണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിനെ സ്കാനിങ് ഫീൽ ചെയ്തുകൊണ്ട്, അതൊക്കെ ഒരു പരിശീലനം കൊണ്ട് മാത്രം നമുക്ക് ലഭിക്കുന്നതാണ്. അത് ക്ലാസ്സിൽ നിന്ന് ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും നമുക്ക് ആ സ്കാനിങ് എബിലിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് കാണാം. പിന്നെ നമുക്കൊരാൾ ഊർജ്ജ ശരീരത്തെ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ലെങ്കിലും ചില പരിശീലനങ്ങൾ ചെയ്ത് നമ്മുടെ കണ്ണിനെ ഒരു ഫോക്കസിൽ, ചെറിയൊരു ഫോക്കസ് മാറ്റിയിട്ട്, സാധാരണ നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കാണാനാണ് നമ്മുടെ കണ്ണിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭൗതിക വസ്തുക്കൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ യോഗിക് പരിശീലനങ്ങളിൽ ചിലത് അഭ്യസിച്ചുകൊണ്ട് നമുക്ക് ഒരാളുടെ ചുറ്റും നിൽക്കുന്ന പ്രകാശത്തെ കാണാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞുവല്ലോ, 20 കൊല്ലം കൊണ്ടൊക്കെ പഠിച്ചു തീർക്കുന്ന സബ്ജക്റ്റാണ് ഈ 16 മണിക്കൂർ കൊണ്ട് പഠിപ്പിക്കുക. അപ്പോൾ അതിനെ വളരെ മനോഹരമായി, വളരെ ചെറുതാക്കി അതിൻ്റെ ഒരു ഫോർമുലയായിട്ടാണ് നമുക്ക് പഠിപ്പിക്കുക. അത് ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പിന്നീട് അത് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ പരിശീലിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു ഫോർമുല, ഒരു എസെൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എത്രമാത്രം ഡെവലപ്പ് ചെയ്താലും അത് ഈ പ്രപഞ്ച സത്യമായതുകൊണ്ട് തന്നെ, ഒരു പ്രപഞ്ചം തന്നെ ആയതുകൊണ്ട് തന്നെ അതിനെ എത്ര അളവിൽ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കി അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ലെവൽ 1 എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. വളരെ കുറച്ചതായിട്ടുള്ള കാര്യങ്ങളല്ല, വളരെ ബൃഹത് പദ്ധതികൾ അതിലുണ്ട്. പിന്നെ നമുക്ക് രോഗനിർണയം നടത്താൻ നമുക്ക് സാധിക്കും. പൊതു ശുചീകരണം, നമ്മുടെ ഓറയിലും ചക്രകളിലും കിടക്കുന്ന അഴുക്കുകളെ എടുത്ത് നമുക്ക് അതിനെ നശിപ്പിക്കാനുള്ള മീഡിയത്തിലേക്ക് കളയാൻ അതൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നുള്ള വെള്ളവും ഉപ്പും വെള്ളവും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ബേസിലേക്ക് നമുക്ക് അതിനെയൊക്കെ എടുത്ത് കളയാം. എന്താണ് അതിൻ്റെ പിന്നിലെ ശാസ്ത്രം എന്നൊക്കെ ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാൻ പറ്റുള്ളൂ, അത് ഫീൽ ചെയ്ത് തരാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ലിമിറ്റഡ് സമയമായതുകൊണ്ട് തന്നെ. അപ്പോൾ ചീത്തകളെ എടുത്ത് നമുക്ക് അതിലേക്ക് കളയാം. നമ്മുടെ കൈകൾ ശുദ്ധമായിരിക്കണം. പിന്നെ എനർജി സ്വീകരിക്കാനായിട്ട് പഠിക്കണം. നമ്മൾ എത്രമാത്രം ആഗ്രഹിച്ചോ അത്രയും ഊർജ്ജത്തിൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്നും ആഗിരണം ചെയ്യാൻ പറ്റും. നമ്മൾ ശ്വസിക്കുന്നുണ്ടല്ലോ തന്നെ. അതുപോലെ തന്നെ നമ്മൾ ഇൻറ്റൻഷനലി നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ഊർജം നമ്മിലേക്ക് ധാരാളമായിട്ട് കടന്നു വരും. നാം പ്രത്യേകമായ ഒരു കാര്യം ചെയ്യണം, ഒരു ഹീലിംഗ് ചെയ്യാണ്, നമ്മെ തന്നെ ഹീൽ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ആരെങ്കിലും ഹീൽ ചെയ്യണമെങ്കിൽ നമ്മളവരെ ക്ലീനിങ് ചെയ്യാണ്. കൈകളിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്യുന്ന എനർജി കൊണ്ട് തന്നെ ശരീരത്തിലെല്ലാ അവയവ ഭാഗങ്ങളെയും എല്ലാ എനർജി സെൻറ്റേഴ്സിനെയും ഓറയും ഒക്കെ ശുചീകരിച്ചതിന് ശേഷം അവിടേക്ക് ഊർജ്ജത്തെ സ്വാംശീകരിച്ചെടുക്കാനായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് കോഴ്സിന് ലെവൽ 1. അത് സ്വീകരിച്ച് അവിടെ എനർജി കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ക്ലീൻ ചെയ്ത് അവിടെ ചീത്ത രോഗങ്ങളെ, നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ് എനർജീസ് ആൻഡ് ഡിസീസ്ഡ് എനർജീസ് റിമൂവിങ് ആഫ്റ്റർ ദാറ്റ് റിസീവിങ് ദ എനർജി. ആ മെത്തേഡ് നമ്മൾ പ്രാക്ടീസിൽ കൂടെ വരും. നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ അത് പഠിക്കുന്ന ദിവസം തന്നെ നമുക്കത് മനസ്സിലാവും. അതിനെ സ്വീകരിക്കുകയും അവിടെ ഒഴിഞ്ഞ ഭാഗം, ചീത്തകളെ കഴിഞ്ഞപ്പോൾ അവിടെ ഒഴിഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ നല്ല ശുദ്ധമായ ഊർജ്ജത്തെ കൊടുക്കുകയും എന്നിട്ട് അതിനെ അവിടെ നിലനിർത്തേണ്ടതുണ്ട്. കാരണം പഴയ രോഗം ഉണ്ടായിരുന്ന ഭാഗത്ത് നല്ല ഊർജ്ജത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ അവയുടെ കോൺഷ്യസ്നെസ് അവിടെ നിൽക്കാൻ ഇഷ്ടപ്പെടില്ല. അത് പുറത്തേക്ക് രക്ഷപ്പെടാനായിട്ട് നോക്കും. ആ ഊർജ്ജം എല്ലാതും എനർജിയാണെന്നറിയല്ലോ. അത് ലിവിങ് ബീയിങ്ങിലുള്ളത് ലിവിങ് എനർജി തന്നെയാണ്. അപ്പോൾ അതിനെ അത് മനസ്സിലായി അത് പുറത്തേക്ക് തള്ളി വരാതിരിക്കാനായിട്ട് അതിനെ നമ്മളവിടെ സ്റ്റെബിലൈസ് ചെയ്യേണ്ടതുണ്ട്. അത് പ്രത്യേക നിറം ഉപയോഗിച്ചുകൊണ്ട് അവിടെ അതിനെ സെക്യൂർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്.
അതായത് ഡിസ്റ്റൻ്റായിട്ട് ഹീലിംഗ് ചെയ്യാം. ഒരാളെ അക്കലിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഭൂമിയുടെ എർത്ത് ബോഡിയിൽ കൂടെ എനർജി ബോഡി, ഭൂമിയുടെ എനർജി ബോഡി കൂടെ നമുക്ക് എനർജിയെ ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് ഓർത്താൽ മതി ഇതെങ്ങനെ സാധിക്കുക. ഇവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കയിലുള്ള ആളെ ചികിത്സിക്കുക എന്നുള്ളത് സിമ്പിളി ഓർക്കുക. നമ്മൾ ഫോൺ ചെയ്താൽ എങ്ങനെയാണ് അവിടെ റിങ് ചെയ്യണത്, അവർക്ക് എടുത്ത് സംസാരിക്കാൻ പറ്റുന്നത്, അത് എനർജിയായിട്ട് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ്. അതുപോലെ തന്നെ ബയോപ്ലാസ്മിക് എനർജിയെ, ജീവനുള്ള വസ്തുക്കളിൽ നിലനിൽക്കുന്ന ആ സ്ഫിയറിലുള്ള ജീവനുള്ള ഊർജ്ജത്തിൽ കൂടെ നമുക്ക് എനർജി കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ വിശദമായിട്ട് നമുക്ക് ക്ലാസ്സിൽ നിന്ന് അതിൻ്റെ പ്രിൻസിപ്പിൾസ്, അതെങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ പഠിക്കും. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഡിവൈൻ ഹീലിംഗ് ആണ്. ഈശ്വരീയമായ ഹൃദയം, അതായത് ഇവിടെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഊർജാവസ്ഥകൾക്കും മുകളിൽ നിൽക്കുന്ന ഒരു പരമം തത്വമുണ്ട് അല്ലേ. അവിടെ നിന്നുമാണ് ഇപ്പോൾ സൂര്യനായാലും ഭൂമിക്കായാലും വായുവിനായാലും മരങ്ങൾക്കായാലും മറ്റുള്ള ഏത് കാര്യങ്ങൾക്കായാലും ഊർജ്ജം ലഭിക്കുന്നത് ഏറ്റവും സുപ്രീം സോഴ്സിനാണ്. ആ ഊർജ്ജത്തെ നമുക്ക് സ്വീകരിക്കാനായിട്ട് പ്രത്യേക പരിശീലനമുണ്ട്. മാത്രമല്ല നമ്മളിലേക്ക് ഓരോരുത്തരിലേക്കും അത് ഊർജ്ജം കടന്നു വരുന്നുണ്ട്. ഈ ശരിയായ ഊർജ്ജം നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു കോഡ് പോലെ കടന്നു വരുന്നുണ്ട്. അതിനെ നമുക്ക് എത്ര വലിപ്പമുണ്ട്, അത് വളരെ തിന്നറാണോ, അപ്പോൾ ഡിവൈൻ യൂണിറ്റി എത്രമാത്രം നമ്മുടെ ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് തന്നെ സ്വയം ലെവൽ അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പിന്നെ സെൽഫ് ഹീലിംഗ് നമുക്ക് തന്നെ സ്വയം ചികിത്സിക്കാനുള്ള പദ്ധതിയാണ്. പിന്നെ ഇതിൽ വളരെ അമൂല്യമായ അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന ഒരു ധ്യാന രീതിയുണ്ട്. പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ എന്നാണ് പറയുന്നത്. ഇന്ന് ലോകത്തിൽ അങ്ങനെ ഒരു സംഘടന തന്നെയുണ്ട്, പ്ലാനറ്ററി PPM ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട്. ലോകത്തിലെ എല്ലാവർക്കും നല്ലതുണ്ടാവാൻ വേണ്ടി പ്രയർ ചെയ്യുന്നൊരു വലിയ ഗ്രൂപ്പാണ് ലോകമൊട്ടാകെ പരന്നു കിടക്കുന്ന. അപ്പോൾ അതിൻ്റെ ഒരു അമൂല്യമായ രീതികൾ, അതൊക്കെ വളരെ ലളിതമായിട്ട് നമുക്ക് എന്നും പരിശീലിക്കാവുന്ന രീതിയിൽ നമുക്ക് ലെവൽ 1 നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ ചില ഹഠയോഗ പരിശീലനങ്ങളുണ്ട്. ഹഠയോഗ പണ്ടൊക്കെ യോഗിമാർ അവർ ലിബറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമാധിക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്തിരുന്നത് ഹാർഡായിട്ടുള്ള എക്സസൈസുകളായിരുന്നു. ഇവിടെ അതിൻ്റെ സയൻറ്റിഫിക് മെത്തേഡിൽ ചെറിയ അളവിൽ അത്ര ഹാർഡ് എക്സസൈസ് ചെയ്യാതെ തന്നെ ശരീരത്തെ, സാധാരണ നമ്മളൊക്കെ പഠിച്ചിട്ടും നമുക്കറിയാവുന്ന എക്സസൈസുകൾ തന്നെയാണ്. ശരീരത്തിന് വേണ്ടിയിട്ടല്ല, ത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ആ എക്സസൈസ് ചെയ്യണം. ആക്ച്വലി നമ്മുടെ ചക്രകൾക്ക് വേണ്ടിയിട്ടാണ് പല എക്സസൈസുകളും ചെയ്യുന്നത്. ശരീരം അതിൻ്റെ കൂടെ അത് ഡെവലപ്പ് ചെയ്യും, അത് സ്ട്രെങ്ത് ആവും ചെയ്യുന്നത് തർക്കമൊന്നുമില്ല. അതിന് ഗുണപരമായിട്ടുള്ള വേറെ വശമുണ്ട്. പക്ഷെ മറിച്ച് ഈ ലെവൽ 1 നിന്ന് പഠിക്കുന്ന എക്സസൈസ് മതി നമ്മുടെ എല്ലാ വൈറ്റൽ എനർജി സെൻറ്റേഴ്സിനെയും ക്ലെൻസ് ചെയ്യാനും എനർജൈസ് ചെയ്യാനും. അപ്പോൾ നമ്മൾ ധ്യാനത്തിലിരിക്കുന്നതിന് മുമ്പ് നമ്മൾ റെഗുലറായിട്ട് ധ്യാനം ചെയ്ത് പരിശീലിക്കേണ്ടതുണ്ട്. അത് ക്ലാസ്സിൽ നിന്ന് അതിൻ്റെ ഷെഡ്യൂൾസ്, അതിൻ്റെ ഓഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഗ്രാൻഡ് മാസ്റ്റർ മഹാത്മാ ചുവാക്കോക്സി ഡയറക്റ്റ് പറയുന്ന വോയിസിൽ നമുക്ക് വളരെ ലളിതമായിട്ട് അതിൻ്റെ ഓഡിയോ ഒക്കെ ഉണ്ട്. പഠിച്ച ആളുകൾക്ക് അത് കേട്ട് ഫോണിലോ മറ്റോ ഇട്ടിട്ട് അത് ഓൺ ചെയ്ത് വെച്ച് അത് ഫോളോ ചെയ്താൽ മതി. മെഡിറ്റേഷൻ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. പക്ഷെ നമ്മൾ ആ മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങുന്നതോറും നമ്മുടെ ഇൻറ്റ്യൂറ്റീവ് ഇൻ്റലിജൻസൊക്കെ വല്ലാതെ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാം. നമുക്ക് വളരെ സ്നേഹോഷ്മളമായ സ്വഭാവം നമ്മിലേക്ക് വരുന്നതും മറ്റുള്ളവർ കൂടുതലായിട്ട് നമ്മളെ സ്നേഹിക്കുന്നതുമൊക്കെ നമുക്ക് വളരെ അത്ഭുതകരമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിതിൻ 6 months നമ്മളാകെ ജീവിതത്തിൽ മാറ്റം കൈവരിച്ചതായിട്ട് നമുക്ക് കാണാം. പിന്നെ അവിടെ നിങ്ങളുടെ മുകളിലേക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും വ്യത്യസ്ത മേഖലകളിൽ കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരും. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ ഒരു പ്രാണായാമമുണ്ട്. സാധാരണ ഒട്ടനവധി പ്രാണായാമങ്ങളെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ പഠിക്കുന്ന പ്രാണായാമം യോഗിക് ബ്രീത്തിങ് ആണ്. യോഗിക് ബ്രീത്തിങ് എന്ന് പറയുന്നത് നമുക്ക് ഊർജത്തെ ധാരാളമായിട്ട് സ്വാംശീകരിക്കാനുള്ള ശക്തി ഉണ്ടാക്കാനുള്ളതാണ്. ബ്രീത്തിങ്ങിന് ഓരോ ബ്രീത്തിങ്ങിനും വ്യത്യസ്തമായ ശക്തികളും ഗുണങ്ങളും ഉണ്ട്. നിങ്ങളൊക്കെ പരിശീലിക്കുന്ന അതിനൊക്കെ അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. മറിച്ച് ഇവിടെ പഠിക്കുന്നത് നമ്മൾ ധാരാളം ഊർജം സംഭരിക്കുന്ന ഒരു ശരീരത്തിലേക്ക് ധാരാളം എനർജിയെ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. ആ പരിശീലനം കൊണ്ട് അതിന് ബ്രീത്തിങ്ങുകളിൽ ചില ഫുള്ളി റിട്ടൻഷൻ ഒക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചില കൗണ്ടുകളുണ്ട്, ആ കൗണ്ടിനനുസരിച്ച് അത് ചെയ്യണം മാത്രമേ ഉള്ളൂ. വളരെ ലളിതമായിട്ട് പഠിക്കാവുന്നതാണ്. പിന്നെ കർമ്മനിയമങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. എന്താണ് കർമ്മനിയമം,
നാം ചെയ്തത് നമുക്ക് തന്നെ തിരിച്ചു ലഭിക്കും. കാരണം ഒരു മാങ്ങയുടെ വിത്ത് കുഴിച്ചിട്ടാൽ അതുപോലെ ആ ഇനം മാങ്ങ തന്നെ ഉണ്ടാകുന്നത് പോലെ അങ്ങനെ ആ കർമ്മ നിയമത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് തലത്തിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാലും ക്ലാസ്സിൽ അത് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു തരും. നിങ്ങൾക്ക് കഴിഞ്ഞ് കോൺട്രവേഴ്സായിട്ട് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെ ഈ പറയുന്ന കാര്യങ്ങൾ അതിനേക്കാളും ഇതൊരു സൂപ്പർഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ അത് ചോദിക്കാം. അത് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നെ പോകേണ്ടതുണ്ട്. കാരണം ഒരു സ്പിരിച്വൽ ബ്രിഡ്ജാണിത്. ഇവിടെ നിന്ന് തന്നെ ക്ലാസ്സിൽ നിന്ന് ലെവൽ 1ൽ നിന്ന് തന്നെ നിങ്ങൾക്കിതൊക്കെ സംശയം വരുത്തി നിങ്ങൾക്ക് പോകാവുന്നതാണ്. കാരണം നമ്മൾ ദ പ്രോപ്പർ യൂസ് ഓഫ് പവർ അത് പറയുന്നത് നാം ഇത് പഠിച്ചു കഴിയുമ്പോൾ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചു കഴിയുമ്പോൾ നാം ഇതിനെ അത്രമാത്രം വിലമതിക്കുന്നുവെങ്കിൽ അതിനനുസരിച്ച് നമ്മളിൽ ഈ ശക്തി പ്രകടമാവും. പിന്നെ അതിന് തെറ്റായ രീതിയിൽ ഈ ശക്തിയെ ഉപയോഗിച്ചാൽ നമുക്കതിൻ്റെ ഫയർ ബാക്കിംഗ് ഉണ്ടാവും എന്നുള്ളതാണ് ആ സിലബസിൽ നിന്ന് പഠിക്കേണ്ടത്. കാരണം പല പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട്. ഈ ലെവൽ 1 കോഴ്സുകളൊക്കെ പഠിക്കുന്ന ആളുകൾ സാധാരണക്കാരാണല്ലോ ഇത് പഠിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ സ്പിരിച്വൽ സബ്ജക്റ്റുകൾ ഇങ്ങനത്തെയൊക്കെയാണല്ലോ പഠിക്കാൻ ആഗ്രഹിച്ച് അല്ലെങ്കിൽ സ്വയം ചികിത്സ ചെയ്യാനായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് ചില നിയമങ്ങൾ പഠിക്കാനുണ്ട്. ഈ ഊർജ്ജത്തെ എടുക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പ്രകടമാവുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നല്ല, വളരെ ലളിതമായിട്ടുള്ള ചില പ്രോട്ടോക്കോളുകൾ നമ്മൾ അനുസരിക്കേണ്ടതുണ്ട്. അതനുസരിച്ച് വേണം നമ്മൾ പരിശീലനം ചെയ്ത് പഠിച്ചതിന് ശേഷം നമ്മൾ പരിശീലനം ചെയ്ത് വലിയ ഹീലേഴ്സായിട്ട് മാറാനായിട്ട് ഇത് വളരെ സഹായിക്കും. ഇത് വളരെ അമൂല്യമായ പാഠ്യപദ്ധതികളാണ് ഇന്ന് ലോകത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ചത് എന്ന് തന്നെ ഞാൻ പറയുന്നു. എനിക്ക് പറയാനായിട്ട് ഞാൻ 10-20 കൊല്ലമായിട്ട് ഇതിൽ നിലനിന്ന് പരിശീലിക്കുന്ന ആളാണ്. ഞാനിവിടെ തൃശ്ശൂർ ഒരു വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റൽ എന്ന ഗ്രൂപ്പിൻ്റെ അവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരുന്നു. ഈ ഹീലിംഗ് സയൻസിൻ്റെ പ്രാണിക് ഹീലിങ്ങിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ഞാൻ വർഷങ്ങൾ കുറേ ആയില്ലോ. എപ്പോഴും പേഷ്യൻസും തീരെ സമയമില്ലാതിരുന്നുകൊണ്ട് പഠിപ്പിക്കാൻ വളരെ കുറച്ച് സമയം ലഭ്യമായിരുന്നുകൊണ്ട് ഇപ്പോൾ അധികം ഫുൾ ടൈം ക്ലാസ്സുകൾ തന്നെ എടുക്കുകയാണ്. ഹീലിംഗ് അല്ല ചെയ്യുന്നത്, ക്ലാസ്സുകൾ എടുക്കുകയാണ്. ക്ലാസ്സുകൾ ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4, ലെവൽ 5, എനർജി ടെക്നോളജി ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ്, ക്രിയാശക്തി, ബ്രെയിൻ പവർ വർക്കൗട്ട്, അവേക്കൻ ലൈറ്റ് വിത്തിൻ യു ലെവൽ 1, അവേക്കൻ ലൈറ്റ് വിത്തിൻ യു ലെവൽ 2, ദ പാത്ത് ടു അർഹത്ഷിപ്പ്, അങ്ങനെ പിന്നെ ക്രിയാശക്തി, അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ മാസ്റ്ററുടെ ടീച്ചിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കോഴ്സുകളും ഇവിടെ തൃശ്ശൂർ നമ്മുടെ തൃശ്ശൂർ സെൻറ്ററിൽ പഠിപ്പിക്കുന്നുണ്ട്. എനിക്കതിനുള്ള അവകാശവും അംഗീകാരവും ഇതിനെ കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റി തന്നതുപോലെ തന്നെ ഷാർലറ്റ് കനിഞ്ഞ് അനുഗ്രഹിച്ചതാണ് ഇതൊക്കെ. അതുപോലെ മഹാത്മാ ചോവാക്കോക്സിയുടെയൊക്കെ പെർമിഷനോട് കൂടി തന്നെയാണ്, അവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി തന്നെ, അവരൊന്ന് ബോഡിയിലില്ലെങ്കിലും അവരുടെ ആ ഊർജത്തിൻ്റെ ശക്തി കൊണ്ട് അവരുടെ എവല്യൂഷൻ, ഈ പരിണാമത്തിൻ്റെ ദിശയിൽ അവരെത്തിച്ചേർന്ന അവസ്ഥയിൽ നിന്നും എന്നിലേക്ക് അതിൻ്റെ ശക്തി അവർ പ്രകടമാക്കിക്കൊണ്ട് എനിക്കൊന്ന് വളരെ മികച്ചതായി ആളുകളെ പരിശീലിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ അർത്ഥം ആ ഗുരുക്കന്മാരുടെ പ്രകാശം എന്നിൽ കൂടെ കടന്നു വരുന്നു എന്നുള്ളതാണ്. ഞാൻ വെറും ഒരു ഉപകരണം മാത്രമായി നിന്ന് കൊടുക്കുകയേ ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ ഗുരു പരമ്പരകൾ, മഹാഗുരുജി മീലിംഗ്, ബോധിധർമ്മ, അങ്ങനെയുള്ള ഒരു പരമ്പരയിൽ നിന്നും ഉരുത്തിരിഞ്ഞ വലിയ ശക്തിയേറിയ ശക്തി കൂടിയ പരിശീലനങ്ങളാണ്. കഠിനമായതല്ല, വളരെ ഇഫക്റ്റീവ്ലി യൂസ്ഫുള്ളായിട്ട് നമുക്കെല്ലാവർക്കും ലോക നന്മയ്ക്കൊക്കെ വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പല ആളുകൾക്കും ഇത് പ്രൊഫഷനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ പ്രൊഫഷണലാക്കുമെന്നാണ്. പക്ഷെ നമുക്ക് ലെവൽ 1 പഠിച്ചു കഴിയുമ്പോൾ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ ഹീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഹീലർ ആവാനായിട്ട് സാധിക്കും. ഇനി അതല്ല, ലെവൽ 2-ലാണെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കളർ തെറാപ്പിയാണ്. അതിലാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വലിയ വലിയ പഴക്കമുള്ള രോഗങ്ങളൊക്കെ കളറിൻ്റെ ശക്തികളെടുത്ത് നമുക്ക് കളയാനായിട്ട് സാധിക്കും. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. താങ്ക് യു വെരി മച്ച്. എല്ലാവരും എന്നെ ക്ഷമയോടുകൂടി കേട്ടതിന്. ഇത് വലിയൊരു ആവശ്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് കാലങ്ങൾ കാത്തിരിക്കാതെ
എത്രയും വേഗം തന്നെ വന്ന് ഇതൊക്കെ പഠിക്കാനുള്ള ഇത് പഠിക്കാത്ത ആളുകൾ വന്ന് പരിശീലിച്ച് ജീവിതത്തെ ഏറ്റവും മികച്ച ഒരു ജീവിതമാക്കി മാറ്റുക. ഇതുവരെ ജീവിച്ചത് കുറഞ്ഞതൊന്നല്ല, പക്ഷെ നമുക്ക് അർഹിക്കുന്ന തലത്തിൽ, നമുക്ക് ഏറ്റവും ഉയർന്ന തലത്തിൽ സമ്പന്നനും സൗഭാഗ്യമുള്ളവനും സ്നേഹമുള്ളവനും മറ്റുള്ളവരോട് കാരുണ്യമുള്ളവനും, പക്ഷെ ഭൂമിയിൽ നിന്നും വളരെ ശക്തമായ റൂട്ടിങ്ങോടുകൂടി വളരെ സമൃദ്ധിയോടുകൂടി മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന തലത്തിലേക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് മഹാത്മാ ചൊവാക്കോക്സിയുടെ യോഗ പ്രാണവിദ്യയിലെ ലെവൽ 1 കോഴ്സ് സഹായിക്കും. ഷാർലറ്റിൻ്റെ അനുഗ്രഹത്തോടുകൂടി, ചോഞ്ചിങ് മെയിലിങ്ങിൻ്റെ അനുഗ്രഹത്തോടുകൂടി, മഹാഗുരുജി മെയിലിങ്ങിൻ്റെ അനുഗ്രഹത്തോടുകൂടി നിങ്ങൾക്കും ഇത് അവരുടെ ശിഷ്യന്മാരാകാനായിട്ട്, ശിഷ്യകളാകാനായിട്ട് സാധിക്കട്ടെ. എൻ്റെ സ്നേഹോഷ്മളമായ ഇൻവിറ്റേഷൻ, നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങളെ ഞാൻ എൻ്റെ തൃശ്ശൂരുള്ള ചെറിയൊരു സംവിധാനമാണുള്ളത്, അവിടേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ അധികം ഇൻഡിവിജ്വലായിട്ട് കോഴ്സിലുണ്ട്. പണ്ട് ഒരുപാട് പേരെ വെച്ചാണ് സാറ്റർഡേ സൺഡേ ക്ലാസ്സുകൾ വെച്ചിരുന്നത്, ഒരുമിച്ച് കുറേ ഗ്യാതറിങ് ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല, വളരെ തിരഞ്ഞെടുത്തിട്ട് ആളുകളെ പഠിപ്പിക്കുക ചെയ്യണത്. വെറുതെ എന്തെങ്കിലും പഠിപ്പിക്കുക എന്നുള്ളതല്ല, പഠിച്ചത് അവർക്ക് അത് ഉപയോഗപ്രദമാക്കുക എന്നുള്ള തത്വത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. 1-2 പേരെയൊക്കെ ഒരു അറ്റ് എ ടൈം പഠിപ്പിക്കുള്ളൂ. അവരുടെ എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ട് പഠിപ്പിച്ച് അവരെ ഏറ്റവും മികച്ചൊരു ഹീലറാക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ എൻ്റെ ഗുരുക്കന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. സർവേശ്വരൻ്റെ അനുഗ്രഹത്താലും എല്ലാ കാരുണ്യവാന്മാരുടെ അനുഗ്രഹത്താലും ഉന്നതരായിട്ട് നിൽക്കുന്ന, ഇൻവിസിബിളായിട്ട് നിൽക്കുന്ന എല്ലാ ശക്തികളുടെയും അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവട്ടെ. അടുത്ത വീഡിയോ ലെവൽ 2 കുറിച്ച് ഞാൻ പറയാം. താങ്ക് യു.